ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുബാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നാളെ വരാനിരിക്കുന്ന നമ്മുടെ സുധീഷിൻ്റെയും നിധിയുടെയും കാറ്റത്തെ കിളിക്കൂടിലെ ചില വിശേഷങ്ങൾ കേട്ടാലോ. അങ്ങനെ നമ്മുടെ നിധി ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പുതിയ ജോലി, പുതിയ കമ്പനിയൊക്കെയാണ്. വലിയ പരിചയമൊന്നും ഇല്ലല്ലോ, എങ്ങനെയാണ് എന്താണ് എന്നൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ നിധിക്കുണ്ട്. അങ്ങനെ നിധി ഒരു ദിവസം ജോലിക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ നിധി ഒരു സ്ത്രീയെ കാണുകയാണ്. അപ്പം നിധി ശ്രദ്ധിക്കുകയാണ്. കാരണം നിധി കണ്ടു മറന്ന ഒരു മുഖം നിധി ഓർത്തെടുത്തപ്പോൾ നമ്മുടെ നികേഷിൻ്റെ അമ്മയെ പോലെയുണ്ട്. അതായത് നിധിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല, അതേപോലെ അതേ മുഖമുള്ള ഒരു സ്ത്രീ തന്നെയാണ്. നിധി വളരെ വ്യക്തമായിട്ട് കാണാണ് അത് നികേഷിൻ്റെ അമ്മ ആണ് എന്ന കാര്യം നിധിക്ക് ഉറപ്പായി. എന്തായാലും ഇത് ചെന്നിട്ട് അച്ഛനോട് ചോദിക്കണം, ഭാസ്കറിനോട് ചോദിക്കണം എന്ന ആ ഒരു ഇതോടുകൂടെ തന്നെ നിധി വീട്ടിലെത്തണം കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഭാസ്കറിൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ നിധി ചോദിക്കുകയാണ്, അച്ഛാ നികേഷിൻ്റെ അമ്മ ഇപ്പോൾ നിലവിൽ എവിടെയുണ്ട്? ഞാൻ ഇന്ന് അതുപോലൊരു സ്ത്രീയെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ കണ്ടു എന്ന് പറഞ്ഞു. ഭാസ്കരൻ കിടന്ന് അങ്ങോട്ട് ഉരുളാൻ തുടങ്ങിയില്ലേ. ഭാസ്കരന് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉള്ളതുപോലെ നിധിക്ക് ഫീൽ ചെയ്യണം കേട്ടോ. അപ്പം ഭാസ്കരൻ പറഞ്ഞു, നീ വേറെ വല്ലവരും ആയിരിക്കും കണ്ടത്, എനിക്കൊന്നും അറിഞ്ഞുകൂടാന്നുള്ള രീതിയിൽ ഭാസ്കരൻ നിധിയുടെ അടുത്ത് ചൂടാവുകയാണ് കേട്ടോ. പക്ഷേ ഭാസ്കരനറിയാം നിധിക്ക് ബുദ്ധിയുള്ളവളാണ്, അവൾ എന്തായാലും കണ്ടുപിടിക്കും. എന്തൊക്കെയോ ഒരു ചെറിയ സംതിങ് ഭാസ്കറിൻ്റെ ഉള്ളിലുണ്ട്. അത് നമുക്ക് വരും കഥകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ നിധി എന്തായാലും ഭാസ്കറിൻ്റെ മുഖത്തും ആ സംസാരത്തിലും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നിധിക്ക് വ്യക്തമായി. എന്തായാലും ഞാനിത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം നിധി ഉറപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സുധീഷിൻ്റെ ഇതാണ് കേട്ടോ. സുധീഷ് നമ്മുടെ സുഭാഷിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. സുഭാഷ് ചേട്ടാ, നമ്മൾ അന്ന് പറഞ്ഞതുപോലെ നിധി ഇപ്പോഴും നമ്മുടെയൊക്കെ ബാത്റൂം തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. ഒരു ബാത്റൂം നിധിക്കായിട്ട് കെട്ടണം, നമ്മളന്ന് പറഞ്ഞതുപോലെ ആ ഒരു കാൽക്കുലേഷനിൽ കെട്ടിയാലോ. അപ്പം സുഭാഷ് പറഞ്ഞു, എടാ പൈസയൊക്കെ ഞാൻ കുറച്ച് പണം എന്തായാലും കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 12,000 രൂപ എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ സുഭാഷ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ നിധി പോകുന്ന പുതിയ കമ്പനിയിൽ 2 മാനേജർമാരുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരാൾ ഇച്ചിരി ചൂടനാണ്, ഒരാൾ ഇച്ചിരി വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ഒരാൾ നിധിയുടെ അടുത്തൊരു പ്ലാൻ വരച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പക്ഷേ പ്ലാൻ വരച്ചതിൽ മെയിൻ 1-2 സംഭവങ്ങൾ നിധി വരച്ചില്ല. അയാൾക്ക് ദേഷ്യം വന്നു, അയാൾ ഒത്തിരി ദേഷ്യപ്പെടാണ് കേട്ടോ. ഇനി മേലാൽ ഇത് ആവർത്തിക്കില്ലെന്നൊക്കെ പറഞ്ഞു. താൻ വലിയ ഗോൾഡ് മെഡൽ മേടിച്ച് റാങ്ക് ഹോൾഡർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണോ കോളേജിൽ പോലെ പഠിക്കുന്ന പോലെയും അതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളല്ല. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിധിക്ക് മനസ്സിലാവേണ്ട. നിധിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം അയാൾ ഇച്ചിരി ഒരു റഫ് ടൈപ്പാണ് കേട്ടോ. അങ്ങനെ നിധിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ നിധി അന്നേ ദിവസം വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സുധീഷിനോടൊക്കെ പറഞ്ഞു. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഞാൻ പോയി അയാളെ കാണണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിധി പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ ഭാഗത്തും ഉണ്ടല്ലോ മിസ്റ്റേക്ക്, നന്നായിട്ട് വരച്ചു കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയി, അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണെന്നൊക്കെ സുധീഷിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അതേസമയം നമ്മുടെ സുധീഷ് നമ്മുടെ ഹരീഷിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ഹരീഷിൻ്റെ അടുത്ത് ചോദിക്കും, എടാ ഒരു വണ്ടി നിധിക്ക് വേണ്ടി 2 വീലർ മേടിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. പുതിയതിനൊക്കെ ഇപ്പോൾ എത്ര കാശ് കൊടുക്കേണ്ടി വരുമെന്ന് നമ്മുടെ സുധീഷ് നമ്മുടെ ഹരീഷിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഹരീഷ് പറഞ്ഞു, അതിപ്പോൾ ഒരു 1-1.25 ഒക്കെ ആവുമെന്ന് പറഞ്ഞു. അത്രയൊക്കെ ആവോ? എന്നാൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുത്താലോ, 2 വീലർ. അപ്പം നിധി എന്നും ഈ ബസ്സിലൊക്കെ അല്ലേ പോണേ. കാര്യം രാവിലെ നികേഷിൻ്റെ ഒപ്പം പോവും, എങ്കിലും വലിയ വീട്ടിൽ ജനിച്ച് അവൾ ബസ്സിലൊക്കെ ഇരിക്കാൻ സീറ്റ് കിട്ടില്ല, തൂങ്ങി വലിഞ്ഞൊക്കെ പോകണ്ടേ. അത് കരുതി സുധീഷിന് അത്ര ഇഷ്ടമല്ല. നിധി 2 വീലറിൽ സ്വന്തമായിട്ടാകുമ്പോൾ അവൾക്ക് കറക്റ്റ് ടൈമിന് ഇറങ്ങാനും വരാനും പോകാനും ഒക്കെ പറ്റുമല്ലോ. അങ്ങനെ സുധീഷ് ഹരീഷുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഹരീഷ് പറഞ്ഞു, അക്കണക്ക് അതാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ വർക്ക്ഷോപ്പിൽ സ്ഥിരമായിട്ട് പറഞ്ഞ ഒരാളുണ്ട്, ആ കസ്റ്റമറിൻ്റെ ഒരു 2 വീലർ സെയിൽ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു, നമുക്കതൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്ന സമയത്താണ് അത്താഴം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ. ആ സമയം നമ്മുടെ സുഭാഷിൻ്റെ ഫോണിലൊരു കോള് വരെയാണ്. നോക്കുമ്പോൾ സുനന്ദ. അപ്പോൾ നികേഷ് ചോദിക്കും, സുനന്ദയാണല്ലോ വിളിക്കുന്നത്, എവളെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത്? അപ്പോൾ സുഭാഷ് പറഞ്ഞു, അവൾ കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ എന്നെ 3-4 പ്രാവശ്യം വിളിച്ചു, പക്ഷേ ഞാൻ എടുത്തില്ല, കാര്യം അത് ശരിയല്ലല്ലോ എന്ന രീതിയിൽ നമ്മുടെ സുഭാഷ് പറഞ്ഞു. അപ്പോൾ കോള് കട്ടെ. അപ്പോൾ നിധി പറഞ്ഞു, ചിലപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനായിരിക്കും. അപ്പോഴേക്കും വീണ്ടും വിളിക്കണം. അപ്പോൾ നിധി പറഞ്ഞു, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് നിധി എടുത്തു. അപ്പോൾ നിധി, ഞാനാണ് സുനന്ദ. പറയൂ സുനന്ദ.
ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ നിധി സുനന്ദയോട് ചോദിക്കണേ. നല്ല വിശേഷം. സുഭാഷ് ഏട്ടനൊക്കെ എന്തേ? ഞാൻ വന്നേ പിന്നെ സുഭാഷ് ഏട്ടനെ 3-4 പ്രാവശ്യമൊക്കെ വിളിച്ചായിരുന്നു, പക്ഷേ സുഭാഷ് ഏട്ടൻ കോളൊന്നും എടുത്തില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ആ സമയം നിധി പറഞ്ഞു സുഭാഷ് ഏട്ടൻ ഒരു ഇച്ചിരി തിരക്കിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹരീഷ് പറഞ്ഞു ദേ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കൊടുത്തേ നിധി എന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, കിച്ചണും റൂമും ഒക്കെ നമ്മുടെ സുനന്ദ കാണിച്ചു കൊടുക്കുകയായിരുന്നു സുഭാഷിന്. എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കണേ. അതെ ഞാൻ എൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞു, അതായത് സുനന്ദയുടെ ഹസ്ബൻഡിൻ്റെ കൊടുക്കാം. പേര് ഞാൻ സത്യത്തിൽ മറന്നുപോയി കേട്ടോ, സുനന്ദയുടെ ഹസ്ബൻഡിൻ്റെ പേര്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ കൊടുക്കാനായിട്ട് ഫോൺ കൊടുക്കുമ്പോഴേക്കും സുഭാഷ് കോളം കട്ട് ചെയ്യണം, പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. കാരണം അതൊരു ശരിയായ കാര്യമല്ലല്ലോ എന്നുള്ള രീതിയിൽ സുഭാഷിന് അതൊക്കെ ഒരു ഭയമായിരുന്നു. അപ്പോൾ സുനന്ദ നോക്കിയപ്പോൾ കോള് കട്ടായിപ്പോയി. ഇതെന്ത് പറ്റി? കോള് കട്ട് ചെയ്ത് എന്തായിരിക്കും? കാരണം ഹസ്ബൻഡിൻ്റെ കൊടുക്കാൻ പോയ സമയത്ത് കോള് കട്ട് ചെയ്തു, പിന്നെ വിളിച്ച് നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ്. അപ്പോൾ സുനന്ദയ്ക്ക് മനസ്സിലായി സുഭാഷ് ഏട്ടൻ കട്ട് ചെയ്തതായിരിക്കും, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാണ് എന്നുള്ള രീതിയിൽ സുനന്ദ നിൽക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹരീഷ് പറഞ്ഞു ഇത്ര കഷ്ടപ്പെടുന്ന എന്തിനാ സുഭാഷ് ഏട്ടാ, സുനന്ദയുടെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ പോരെ. അങ്ങനെ ബ്ലോക്ക് ചെയ്താലോ? ബ്ലോക്ക് ചെയ്യുമ്പോൾ വിളിച്ചാൽ കിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ കോള് പറഞ്ഞതൊക്കെ കട്ടായി പൊക്കോളും, കണക്റ്റായി കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അതേസമയം ഒരു ദിവസം നിധി ഓഫീസിൽ കമ്പനിയിൽ ഇരിക്കുന്ന സമയത്ത് ലഞ്ച് ടൈമാട്ടോ. ഈ ലഞ്ച് ടൈമിൽ നിധി ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു മാനേജറും കൂടെ വന്ന് അവിടെ ഇരുന്ന് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ അവിടെ ക്ലീനിങ്ങിനായിട്ട് നിൽക്കുന്ന ഒരു ആൾ ഇങ്ങനെ സൈഡിൽ കൂടെ പോയപ്പോൾ ഈ മാനേജറുടെ ഷോൾഡറിൽ എന്തോ തട്ടിയിട്ട് കുറച്ച് ചോറ് താഴെ ചാടി പോകണം. ഇയാൾക്കങ്ങ് ദേഷ്യം വന്നില്ല. ഈ മാനേജർ അയാളെ കുറേ ഒച്ചപ്പാടും ദേഷ്യമൊക്കെ എടുക്കണം. ഈ സമയത്താണ് നമ്മുടെ സുധീഷ് വിളിക്കുന്നത്. സുധീഷ് നിധി ലഞ്ചൊക്കെ കഴിച്ചു, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് സുധീഷ് നോക്കുമ്പോൾ ഫോണിൽ കൂടെ ഒരാളെ ദേഷ്യപ്പെടുന്ന ഒച്ച. അപ്പോൾ സുധീഷ് വിചാരിക്കണത് എന്താണ്, നമ്മുടെ നിധീനെ ആ മാനേജർ ഒച്ച എടുക്കണതാണെന്നാണ്. പക്ഷേ നമ്മുടെ നിധി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും കോളം കട്ട് ചെയ്തു. സമയം സുധീഷിന് അങ്ങോട്ട് ദേഷ്യം വരണേ. നിധീനെയാണോ ഈ മാനേജർ ഒച്ചയെടുക്കണേന്ന് കണ്ടിട്ട് സുധീഷ് തുടരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിധീനെ. പക്ഷേ നിധി സൈലൻ്റ് ആക്കി ഇട്ടിട്ട് പിന്നെ പോയി ചോറൊക്കെ കഴിച്ചിട്ട് സൈലൻ്റ് ആക്കിയിട്ട് പോയി ജോലി ചെയ്യായിരുന്നു. പക്ഷേ സുധീഷിന് ആകെ ടെൻഷനായി. സുധീഷ് പെട്ടെന്ന് എന്നെ വണ്ടി എടുത്തിട്ട് നേരെ കമ്പനിയിൽ വരണം. അപ്പോൾ അവിടുത്തെ വാച്ച്മാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. അതെ ഇവിടെ വർക്ക് ചെയ്യുന്ന നിധിയുടെ ഹസ്ബൻഡാണ്, എനിക്ക് നിധി അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കയറി പൊക്കോളാൻ പറഞ്ഞ് കയറി വിട്ടു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സുധീഷ് അങ്ങോട്ട് വലിയ ഷോ കാണിച്ചില്ലേ, എന്താണ് നിധി സംഭവിച്ചത്, നിന്നെ ആരാ വഴക്ക് പറഞ്ഞു, അതാ ഇതാ. അപ്പം നിധി പറഞ്ഞു സുധീഷ് ഒന്നും മിണ്ടാതിരിക്കുക, എന്നെയല്ലേ വഴക്ക് പറഞ്ഞു എന്നൊക്കെ നിധി സുധീഷിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെ വല്ല അന്തമുണ്ടോ? സുധീഷ് പറഞ്ഞിട്ട് വല്ല കേൾക്കാനോ വല്ല ഇതുണ്ടോ? സുധീഷ് അങ്ങ് കിടന്ന് ചാട്ടേന. അപ്പോഴേക്കും ആ മാനേജർ ഇറങ്ങി വന്നിട്ട് ഇതെന്താ ഇവിടെ ചന്തയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അയാളങ്ങ് ഒച്ചയെടുക്കേണ്ട. അപ്പോൾ സുധീഷ് എൻ്റെ ഭാര്യ ആരാ ഒച്ചയെടുക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ടാകുക. അപ്പം ഈ മാനേജർ പറഞ്ഞു എന്താ നിധി എന്താ വല്ല സ്കൂൾ കുട്ടിയാണോ ഇങ്ങനെ പുറകെ വീട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന്, ഇതൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ഇവിടെ അതിൻ്റേതായ പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് വേണം ഇവിടെ വർക്ക് ചെയ്യാൻ, ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ലെന്നും പറഞ്ഞ് നിധീനെ ഷൗട്ട് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും നിധി എങ്ങനെയെങ്കിലും വല്ല ചാദ്യം നമ്മുടെ സുധീഷിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടു, കുഴപ്പമൊന്നുമില്ലയെന്ന്. നിധിക്ക് ആകെ ഒരു ഇൻസൾട്ടിങ് ആയി ഇപ്പോൾ എല്ലാവരും മുമ്പിലും. അന്നേ ദിവസം വൈകിട്ട് സുധീഷ് വലിയ ഷോയൊക്കെ കാണിച്ച് അവിടെ എല്ലാവരും മുമ്പിൽ ഇരിക്കാൻ കേട്ടോ. നിധി ജോലി കഴിഞ്ഞെത്തി. നിധി സുധീഷിനെ നോക്കിയിട്ട് പറഞ്ഞു ഇന്ന് എന്ത് പണിയാണ് സുധീഷ് കാണിച്ചത്, കമ്പനിയിൽ വന്ന് ഇത്രയും കിടന്ന് ആക്കേണ്ട എന്തെങ്കിലും ഒച്ച എടുക്കേണ്ട കാര്യം ഉണ്ടായോ? നിധി ഞാൻ അവിടെ വന്ന് പറഞ്ഞത് നന്നായില്ലേ, നിധിനെ ഇനി അയാൾ ഒച്ച എടുക്കില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ്? പിന്നെ പെർഫോമൻസ് എന്നെ അല്ല ഒച്ച എടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഒരു അയാളെ എന്നെ ഇങ്ങനെ കൈ തട്ടിയുണ്ടോ അയാളെ എന്നെ ആ ക്ലീൻ ചെയ്ത അയാളെ എന്നെ വഴക്ക് പറഞ്ഞത്. ഈ സുധീഷ് വന്ന് അവിടെ എല്ലാവരുടെ മുമ്പിലും വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തു, അയാളുടെ വായിരുന്ന് ഞാനും കേട്ടു എന്ന് പറഞ്ഞു. അപ്പം നികേഷും എല്ലാവരും സുധീഷിനെ അങ്ങോട്ട് ഒച്ച എടുത്തു കേട്ടോ. ഇതേ സമയം ഹരീഷ് വർക്ക്ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ നികേഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് നിധിയേട്ടത്തിയുടെ ഓഫീസിൽ പോയി സുധീഷ് ഇങ്ങനെ ഒച്ചയെടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹരീഷ് പറഞ്ഞു അല്ലെങ്കിൽ അവനൊരു എല്ല് കൂടുതൽ, അവൻ എന്തറിയാം, ഒരു കമ്പനിയല്ലേ, കമ്പനി ആകുമ്പോൾ അതിൻ്റേതായ മാനേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ടേ, നിധിയേട്ടത്തേക്ക് അത് ഇൻസൾട്ടിങ് ആയി കാണുമെന്നും പറഞ്ഞ് ഹരീഷും സുധീഷിനും ഒച്ചയെടുത്തു. അവസാനം സുധീഷിന് ദേഷ്യം വന്നിട്ട് സുധീഷ് ഹരീഷിനെയും അതോടൊപ്പം സുധീഷ് എന്ത് ഹരീഷിൻ്റെ കൂടെ അങ്ങോട്ട് മെക്കിട്ട് കയറണം, ഒച്ചയെടുക്കുകയാണ്. അവസാനം അവർ തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. ഒടുവിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ സുഭാഷ് ഹരീഷിനെയും സുധീഷിനെയും തമ്മിൽ മാറ്റി നിർത്തി. അന്നേ ദിവസം തന്നെ
സുധീഷിന് ആകെ സങ്കടമായി. കാരണം നിധിയുടെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും താൻ ചെറുതായി പോയി എന്നുള്ളൊരു കുറ്റബോധം. സുധീഷ് ഓട്ടോ ഉണ്ടെന്നും പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ ആയിട്ടും സുധീഷ് എത്തിയിട്ടില്ല. കാര്യം സുധീഷ് വേറെങ്ങുമല്ല, ആ വണ്ടിയും കൊണ്ട് ഒരു റോഡ് സൈഡിൽ പോയിട്ട് ആ വണ്ടിക്കകത്ത് തന്നെ കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ എന്നെ സുഭാഷൊക്കെ വിളിക്കുകയാണ്, എവിടെ ഉണ്ട്, ഞാനൊരു ഓട്ടത്തിലായിരുന്നു, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അപ്പോഴേക്കും നിധിയും വിളിച്ചു കേട്ടോ. നിധി വിളിച്ചിട്ട് എവിടെയാ, വേഗം വന്ന് ഇങ്ങോട്ടെന്നും പറഞ്ഞ് സുധീഷിനെ വെച്ചെടുത്തു കേട്ടോ. അപ്പോൾ സുധീഷ് പറഞ്ഞു ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷിനെ നോക്കി അവരെല്ലാവരും ഇരുന്നു. ആ സമയത്താണ് സുധീഷ് ഈ കാറും കൊണ്ട് വരുന്ന സമയത്ത് ഒരു ടേൺ തിരിയണേൻ്റെ അവിടെ വെച്ച് ഒരു ബൈക്കുകാരനോട്ട് ഒരു ആക്സിഡൻറ്റ് വരെയാണ്. അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാവുകയും അവസാനം പോലീസ് കേസ് ആവുകയും പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞ് അവസാനം ഈ ബൈക്കുകാരൻ, കാരണം സുധീഷ് ആ പോലീസുകാരൻ്റെ അടുത്ത് ഉൾപ്പെടെ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, ഈ ബൈക്കുകാരൻ്റെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു. പക്ഷേ റോങ് സൈഡ് എന്താ സംഭവിച്ചത്, സുധീഷിൻ്റെ ഭാഗത്താണ് ഫോൾട്ട്. അതുകൊണ്ട് സുധീഷിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 50,000 രൂപയാണ്. അവസാനം ഹരീഷും സുഭാഷും ഇതൊക്കെ അറിഞ്ഞ് നിധിയും എല്ലാവരും കൂടെ വരെയാണ് കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി കോംപ്രമൈസ് ആക്കി. ഇതേ സമയം സുധീഷാണെങ്കിൽ ഈ പോലീസുകാരൻ്റെ അടുത്ത് ചൂടായപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, നിൻ്റെ ലൈസൻസ് ഒരു 2 ആഴ്ച ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കട്ടെ, നീ 2 ആഴ്ച വണ്ടി ഓടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ജയിലിൽ പിടിച്ചിട്ടു കേട്ടോ. അവസാനം പൈസയൊക്കെ കൊടുത്ത് ഒത്തുതീർപ്പാക്കി. ആ സമയം തോമസ് ഏട്ടനും വരെയുണ്ട്, നമ്മുടെ സുധീഷിൻ്റെ മുതലാളി. അങ്ങനെ തോമസ് ഏട്ടനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പൈസയുടെ കാര്യത്തിൽ ആകെ 36,000 രൂപ ഹരീഷ് എടുത്തുകൊണ്ട് വന്നു. ആ പൈസ എന്ന് പറയുന്നത് നമ്മുടെ സുധീഷ് നമ്മുടെ നിധിക്ക് ഒരു 2 വീലർ വാങ്ങാൻ വേണ്ടി കരുതിയ പൈസയായിരുന്നു. അപ്പോൾ ആ പൈസ കൊണ്ടുവന്ന് കൊടുത്തു. ബാക്കി സുധീഷിൻ്റെ ഓണർ തോമസ് ഏട്ടനും കൂടെ ചേർത്ത് പൈസയുടെ കാര്യങ്ങളിലൊക്കെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റാക്കി സുധീഷിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് സുധീഷിന് ഓട്ടോ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഈ സമയത്ത് നമ്മുടെ സുധീഷ് പതുക്കെ നമ്മുടെ ഹരീഷിൻ്റെ അടുത്തോട്ടൊക്കെ ചെന്ന് പതപ്പിച്ച് കാലൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഒരു 2 വീലർ സെക്കൻഡ് ഹാൻഡ് എടുക്കണമെങ്കിൽ എന്തായാലും നമ്മുടെ ഹരീഷിൻ്റെ ഒരു സപ്പോർട്ട് നമ്മുടെ സുധീഷിന് കൂടിയേ തീരൂ. അങ്ങനെ ഹരീഷിനുമായിട്ട് സംസാരിച്ച് ഹരീഷ് ആ ഒരു 2 വീലറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അയാളുമായിട്ട് വർക്ക്ഷോപ്പിൽ വരികയാണ്. അങ്ങനെ ഏകദേശം ഒരു 10-17,000 രൂപ കൊടുത്ത് സുധീഷ് ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് ആ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. കാരണം സുധീഷിന് ആ വണ്ടി നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നിധിക്ക് എന്തായാലും വണ്ടി വാങ്ങണം, അതിപ്പോൾ എങ്ങനെയാണെങ്കിലും വാങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ സുധീഷ് വണ്ടി വാങ്ങുകയാണ്. അപ്പോൾ ഹരീഷ് എല്ലാവരും കൂടെ നോക്കി, കാരണം വലിയ പണിയൊന്നും ഇല്ലാത്ത നല്ല ഒതുങ്ങിയ വണ്ടിയായിരുന്നു. അങ്ങനെ നിധിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സുധീഷ് വണ്ടിയായിട്ടൊക്കെ വരെയാണ് കേട്ടോ. അന്നേ ദിവസം നിധി ജോലി കഴിഞ്ഞ് എത്തിയപ്പോൾ സുധീഷ് പറഞ്ഞു, ഇനി മുതൽ വണ്ടിയിൽ 2 വീലറിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ഒരു സത്യം സുധീഷ് അറിയണത് കേട്ടോ. എല്ലാവരും മുമ്പിലും സുധീഷ് അങ്ങ് നാണം കെടുകയാണ്. അതായത് നിധിക്ക് 2 വീലർ ഓടിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം ആകെ ചൂളിപ്പോകണം കേട്ടോ അവരെയൊക്കെ മുമ്പിൽ. അപ്പം നിധിക്ക് ഇത്രയും വലിയ വീട്ടിലെ കുട്ടിയല്ലേ, 2 വീലറൊക്കെ ഓടിക്കാൻ അറിയാം എന്നതായിരുന്നു സുധീഷിൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ അതെല്ലാം തകിടം പറിച്ച് നിധി പറഞ്ഞു, എനിക്കറിയില്ല, അവിടെ കാറും മറ്റൊക്കെ ഉള്ള, അപ്പം നിധി കാറിലല്ലേ പോളൂ, എന്തിനാ 2 വീലർ എടുക്കണേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിലും ചുളിപ്പോയി കേട്ടോ. എല്ലാവരും സുധീഷിനെ കളിയാക്കുകയാണ്. അപ്പോൾ ഈ നാളത്തെ വരുന്ന സീനിൽ ഏകദേശമൊക്കെ രംഗങ്ങളെന്ന് പറയണത് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു ശുഭരാത്രി. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.